मैं तो चला। हेल्प कर। प्लीज हेल्प मी। यहीं रुकिए, हम इमरजेंसी को इन्फॉर्म करते हैं। हेलो എനിക്ക് അറിഞ്ഞോണ്ട് ഇവരെ ശരിക്കും ആക്ച്വലി ആക്സിഡന്റ് ഹാസ് കം എനിക്ക് എനിക്കൊന്ന് सब ठीक हो जाएगा। आप उनके पति है ना? यहाँ पे साइन कीजिए। यहाँ भी। We'll take care. She'll be fine. You should not worry. आप वेट कीजिए। Listen, कोई इंसान मरे तो उनका ब्लड ग्रुप क्या है? relax. Don't worry. We'll take care of it. ये है जनरल अरे आप अंदर नहीं जा सकते भाई साहब, ये ऑपरेशन थिएटर है। अरे मैं आपकी तकलीफ अच्छी तरह समझता हूँ। सर्जन अभी आते ही होंगे, उनका मेजर ऑपरेशन करना पड़ेगा, उसके लिए 2-3 घंटे लगेंगे। आप बैठिए। He is very upset. Don't allow him to go out. Okay? Yes, doctor. Actually, myself and my friend coming auto rickshaw. ये आपका बैग है ना? No. इसे अपने पास ही रखिए। No. എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ അല്പം സീരിയസാ. വേണ്ട വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരട്ടെ എന്നിട്ടാവാം. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാവരും വരില്ലേ? അതാ നല്ലത്. ആ ഓക്കെ. ചന്ദ്രികയുടെ അടുത്തിരിക്കുകയായിരുന്നു ഞാൻ, ബോധം തെളിയുന്നവരെ. ആ സാർ ഞാൻ ആക്ച്വലി സാർ ഞാൻ ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. സാർ ഞാൻ എല്ലാം തുറന്ന് പറയുന്നു. ഒന്നും പറയണ്ട, കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. വർമ്മ സാർ ആകെ തകർന്നിരിക്കുക. ഒന്നും പറഞ്ഞവരെ ഞാൻ അവരുടെ അടുത്ത് എന്ത് ചെയ്തു? ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. കുഴപ്പമില്ല, എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആൽഫി ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ക്ഷമിക്കണം, ഞാൻ आईसीयू में लेके चलो, ऑक्सीजन देना है। ഇരവി കുട്ടിപ്പിള്ള ഡ്രൈവറാ? ഞാൻ അവരുടെ ഡ്രൈവറാ. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹെൽമെറ്റ്. താങ്ക് യു. ആൽഫി വിളിക്കണു. ആൽഫിക്ക് ചന്ദ്രിയെ കാണാം, ഇപ്പൊ കാണാം. എനിക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതി പറഞ്ഞേ. ഇന്ന് തീയതി 18 ആയില്ലേ? അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു. ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ ഇനിയിപ്പൊന്നും ചിന്തിക്കാനില്ല. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല, ഒന്നും പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി, അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? സാറേ, വർമ്മ സാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എൻ്റെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാൻ. അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും നാക്കശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കെട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുതലാളി പറഞ്ഞു.
പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു എന്ന് കേട്ടാൽ എങ്ങനെയാ ഉള്ളു പിടയ്ക്കാണ്ടിരിക്കുക. വർമ്മ സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. ഷോക്കും കുറ്റബോധം ഒക്കെ കൂടെ ആയപ്പോ വീണുപോയതാ. പ്രഷർ വളരെ കൂടുതലാ. 1-2 ദിവസം കൊണ്ട് നോർമലാകും. അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ.